റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ബ്രിട്ടനിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ അനുകൂല ആക്ടിവിസ്റ്റുകളുടെ നിരാഹാര സമരം 45 ദിവസം പിന്നിടുമ്പോൾ ഇവരുടെ ആരോഗ്യനിലയിൽ കടുത്ത ആശങ്ക. പലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയിലെ 8 അംഗങ്ങളാണ് ഇസ്രായേലിന് ആയുധം നൽകുന്ന ഫാക്ടറികൾ അടച്ചുപൂട്ടുക, വിചാരണ തടവുകാർക്ക് ജാമ്യം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം തുടങ്ങിയത്. ഇതിൽ 4 പേർ നിലവിൽ സമരം തുടരുകയാണ്. HMP പീറ്റർബറോ ജയിലിൽ കഴിയുന്ന കാമറാൻ അഹമ്മദിനെ ഇതിനോടകം 4 തവണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശരീരത്തിൽ അനിയന്ത്രിതമായ വിറയലും തളർച്ചയും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇദ്ദേഹമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു. മറ്റ് തടവുകാരായ ഹെബ മൊറൈസി, ട്യൂട്ട ഹോക്സ, ടൈപ്പ് 1 പ്രമേഹ രോഗിയായിട്ടുള്ള ലൂയി ചിയാരാമെല്ലോ എന്നിവരും നിരാഹാരം തുടരുന്നു. 46 ദിവസമായി ഭക്ഷണം ഉപേക്ഷിച്ച ട്യൂട്ട ഹോക്സയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നും സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടെന്നും സഹോദരി വെളിപ്പെടുത്തി. അതേസമയം 49 ദിവസം സമരം ചെയ്ത ആമി ഗാർഡിനർ, ഗിബ്സൺ ഉൾപ്പെടെ 4 പേർ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. മെഡിക്കൽ നിർദ്ദേശപ്രകാരം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇവർ പിന്നീട് സമരം തുടർന്നേക്കുമെന്നാണ് സൂചന. ജയിൽ അധികൃതർ നൽകുന്ന വിവരമനുസരിച്ച് തടവുകാർക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകുന്നുണ്ട്. എന്നാൽ വിചാരണ നീണ്ടുപോകുന്നതും ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത നിയന്ത്രണങ്ങളുമാണ് പ്രതിഷേധം ശക്തമാകാൻ കാരണം. ലണ്ടനിൽ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന സാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കുന്ന ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച ലണ്ടൻ ദേശവിളക്ക് മണ്ഡലച്ചെറുപ്പ് മഹോത്സവം ധനുമാസ തിരുവാതിരയോടുകൂടി ഭക്തിനിർഭരമായി സമാപിച്ചു. 27 വൈകുന്നേരം 5 മുതൽ ലണ്ടനിലെ തോണ്ടൺ ഹീത്തിലുള്ള വെസ്റ്റ് തോണ്ടൺ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ദേശവിളക്ക് പൂജകൾ നടത്തിയത്. അന്നേ ദിവസം തത്വമസി UK-യും ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും ചേർന്ന് ആലപിച്ച ഭക്തിഗാനസുധ ചടങ്ങുകൾക്ക് മികവേറി. തുടർന്ന് ഗുരുവായൂരപ്പ സേവാ സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളി, ശേഷം പ്രത്യേക വഴിപാടായ നീരാഞ്ജനം, തുടർന്ന് ദീപാരാധന, പടിപൂജ, സമൂഹ ഹരിവരാസനവും ശേഷം അന്നദാനവും ഉണ്ടായി. ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ ഭക്തർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. ലണ്ടൻ ദേശവിളക്കിൽ പങ്കെടുത്ത എല്ലാവർക്കും ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സമിതി നന്ദി അറിയിച്ചു. ബ്രിട്ടനിലെ പ്രമുഖ കായിക താരമായ ഹെവി വെയ്റ്റ് ബോക്സർ ആന്റണി ജോഷുവയ്ക്ക് കാർ അപകടത്തിൽ പരിക്ക്. നൈജീരിയയിലെ ലാഗോസിൽ ആന്റണി സഞ്ചരിച്ചിരുന്ന കാർ ട്രക്കിലിടിച്ചാണ് അപകടമുണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ആന്റണിയുടെ പരിശീലക സംഘത്തിലെ അംഗങ്ങളായ ലത്തീഫ് അയോഡെല, ഷിനാഗാമിയുമാണ് മരിച്ചത്. ആന്റണിയുടെ പേഴ്സണൽ ട്രെയിനറാണ് ലത്തീഫ്. സിനാഗാമി സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിംഗ് കോച്ചും. ആന്റണിയുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പരിക്കിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഒളിമ്പിക് സ്വർണ്ണ മെഡലും 2 വട്ടം ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് കിരീടവും നേടിയിട്ടുള്ള ആന്റണി ജോഷുവയ്ക്ക് നൈജീരിയയിലെ ഔഗൂൺ സ്റ്റേറ്റിൽ ഒട്ടേറെ കുടുംബ ബന്ധങ്ങളുമുണ്ട്. ആന്റണിയും കൂട്ടുകാരും സഞ്ചരിച്ചിരുന്ന ലെക്സസ് ജീപ്പ് ഹൈവേയിൽ ട്രക്കിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് വിവരം. 5 പേരാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത്. മറ്റു 2 പേർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. യൂറോസ്റ്റാർ ട്രെയിനുകളുടെ വൈകിയോട്ടത്തെ തുടർന്ന് രാത്രി മുഴുവൻ യാത്രക്കാർ കുടുങ്ങി. ചൊവ്വാഴ്ച ചാനൽ ടൗണിൽ വൈദ്യുത തടസ്സം ഉണ്ടായതിനെ തുടർന്നാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് യാത്രാ തടസ്സം ഉണ്ടായത്. ചൊവ്വാഴ്ച ഓവർഹെഡ് വൈദ്യുതി വിതരണത്തിലെ ഒരു പ്രശ്നവും ലക്ഷട്ടിൽ ട്രെയിനിന്റെ തകരാറും എല്ലാ റൂട്ടുകളെയും ബാധിച്ചുവെന്നും പറയുന്നു. പുതുവത്സരാഘോഷത്തിന് രക്ഷപ്പെടാൻ ശ്രമിച്ച ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതൊരു തടസ്സമായി മാറി. തുരങ്കത്തിലെ 2 ലൈനുകളിൽ 1 വീതം വീണ്ടും തുറന്നതിനു ശേഷം ചൊവ്വാഴ്ച വൈകുന്നേരം ചില യൂറോസ്റ്റാർ ലേ ഷട്ടിൽ സർവീസുകൾ പുനരാരംഭിച്ചുവെങ്കിലും കാലതാമസം വീണ്ടും നേരിടുകയായിരുന്നു. വൈദ്യുതി പ്രശ്നം പരിഹരിക്കുന്നതിനായി രാത്രി മുഴുവൻ ജോലി തുടരുകയാണെന്ന് ചാനൽ ടണലിന്റെ ചുമതലയുള്ള ഗെറ്റ് ലിങ്ക് അഭിപ്രായപ്പെട്ടു. വളരെ വൈകിയാണെങ്കിലും സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു. യൂറോസ്റ്റാർ തങ്ങളുടെ ഉപഭോക്താക്കളോട് സാധ്യമെങ്കിൽ സൗജന്യ എക്സ്ചേഞ്ചുകൾ ലഭ്യമായതിനാൽ മറ്റൊരു ദിവസത്തേക്ക് യാത്ര വീണ്ടും ബുക്ക് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ UK, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ് എന്നിവയ്ക്കിടയിലുള്ള കുറഞ്ഞത് 1 ഡസനോളം യൂറോസ്റ്റാർ സർവീസുകളാണ് റദ്ദാക്കിയിരുന്നത്. താപനില കുറയുന്നതിനാൽ UK-യിലെ ആരോഗ്യ സുരക്ഷാ ഏജൻസി ആംബർ യെല്ലോ അലർട്ടുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. തണുപ്പ് ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. തുടക്കത്തിൽ മഞ്ഞുവീഴ്ച വടക്കൻ സ്കോട്ട്ലൻഡിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കാമെങ്കിലും വടക്കൻ അയർലൻഡ്, ഇംഗ്ലണ്ട്, വെയിൽസ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ ഈ ആഴ്ച അവസാനത്തോടെ മഞ്ഞുവീഴ്ച കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ അടുത്തയാഴ്ച UK-യിലുടനീളം കൂടുതൽ വ്യാപകമായ മഞ്ഞുവീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലും ആംബർ കോൾഡ് ഹെൽത്ത് അലർട്ടുകൾ പ്രാബല്യത്തിലുണ്ട്. ജനുവരി 5-ന് 12 മണിവരെ ഇംഗ്ലണ്ടിലുടനീളം യെല്ലോ അലർട്ടുകളുമുണ്ട്. പ്രത്യേകിച്ച് പ്രായമായവരിലും ദുർബലരായ ആളുകളിലും മരണനിരക്ക് ഉയരുമെന്ന മുന്നറിയിപ്പുകളും പറയുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ.
2025 വലിയ കുതിപ്പാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയത്. ഏകദേശം 65.5% വർധനവ്. 2024 ആഗോള വിപണിയിൽ $2,624 ക്ലോസ് ചെയ്ത സ്വർണം 2025 അവസാനത്തോടെ $4,344 കേന്ദ്ര ബാങ്കുകളുടെ ശക്തമായ ആവശ്യം, നിലവിലുള്ള ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ, പണപ്പെരുപ്പത്തിനെതിരായ നിക്ഷേപം, സാമ്പത്തിക അസ്ഥിരതകൾക്കിടയിലെ നിക്ഷേപ താൽപര്യം എന്നിവയെല്ലാം ഈ കുതിപ്പിന് കാരണമായി മാറി. കഴിഞ്ഞ 3 ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത്. 2 ദിവസത്തിനിടെ ഏകദേശം $4,560 പവന് കുറഞ്ഞു. തിങ്കളാഴ്ച മാത്രം 4 തവണയാണ് വിലയിടിഞ്ഞത്. ചൊവ്വാഴ്ച 22 കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് $280 കുറവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ഗ്രാം വില $12,485 പവന് $2,140 കുപ്പുകുത്തി. $99,880 മാറി. 18 കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് $10,365 വില. ഇന്ന് പവൻ വിലയിൽ $240 കുറവാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് പവന് $99,640 വില. ഗ്രാമിന് $30 കുറഞ്ഞ് $12,455. തെന്നിന്ത്യൻ യുവതാരങ്ങളിലെ മുൻനിരക്കാരാണ് വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും. ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രി ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ്. അവർ തമ്മിലുള്ള വിവാഹ ദിനവും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. വിജയ് ദേവരകൊണ്ടയും രശ്മികയും 2026 വിവാഹിതരാകുമെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. 2026 ഫെബ്രുവരി 26 ഉദയ്പൂരിലെ ഒരു പൈതൃക കൊട്ടാരത്തിൽ രശ്മികയും വിജയും വിവാഹിതരാകുമെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓൺലൈൻ ഡെലിവറി തൊഴിലാളികളുടെ രാജ്യവ്യാപക പണിമുടക്കിന് കുറഞ്ഞ വേതനം, തൊഴിൽ സുരക്ഷ, അമിത ജോലിഭാരം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പണിമുടക്ക്. ഭക്ഷ്യവിതരണ പ്ലാറ്റ്ഫോമുകളായ സ്വിഗ്ഗി, സൊമാറ്റോ, സെപ്റ്റോ, ബ്ലിങ്കിറ്റ്, ആമസോൺ ഉൾപ്പെടെയുള്ള പ്രമുഖ ഓൺലൈൻ ശൃംഖലകളിലെ തൊഴിലാളികൾ പണിമുടക്കുമെന്ന വിവരം. തെലങ്കാന ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് യൂണിയൻ, ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ആപ്പ് ബേസ്ഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടക്കുന്നത്. മഹാരാഷ്ട്ര, കർണാടക, ദില്ലി, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്ലാറ്റ്ഫോം വർക്കേഴ്സ് യൂണിയനുകൾ ഉൾപ്പെടെ ഒന്നിലധികം പ്രാദേശിക കൂട്ടായ്മകളുടെ പിന്തുണയോടെയാണ് പണിമുടക്ക് നടക്കുക. ഭക്ഷ്യവിതരണം, ക്വിക്ക് കൊമേഴ്സ്, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലുടനീളമുള്ള 1,00,000-ലധികം ഡെലിവറി തൊഴിലാളികൾ പുതുവത്സരാഘോഷത്തിൽ ആപ്പുകളിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യുകയോ ജോലി ഗണ്യമായി കുറയുകയോ ചെയ്യുമെന്ന് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. ആലപ്പുഴയിലെ പക്ഷിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ഇറച്ചി വിഭവങ്ങൾ നിരോധിക്കേണ്ട ആവശ്യമില്ലെന്ന് വെറ്ററിനറി രംഗത്തെ വിദഗ്ധരും ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷനും. പക്ഷിപ്പനിയുടെ പേരിൽ ആലപ്പുഴയിലെ ഹോട്ടലുകളിൽ കോഴി, താറാവ് വിഭവങ്ങൾ നിരോധിച്ചതും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഹോട്ടലുകളിലെത്തി ഈ വിഭവങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ ഇറക്കിവിട്ടതും ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്നലെ ജില്ലയിലെ 1500 ഹോട്ടലുകൾ അടച്ചിടുകയും ചെയ്തിരുന്നു. നിയന്ത്രണം തുടർന്നാൽ സംസ്ഥാന വ്യാപക പണിമുടക്കിനും സംഘടന ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി വിദഗ്ധർ രംഗത്തെത്തിയത്. പക്ഷിപ്പനി അഥവാ ഏവിയൻ ഇൻഫ്ലുവൻസ് അന്താരാഷ്ട്ര സാംക്രമിക രോഗമായതിനാൽ രോഗാരോഗ്യ സംഘടനയുടെ പ്രോട്ടോകോൾ അനുസരിച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. രോഗബാധയേറ്റ സ്ഥലത്തു നിന്നുള്ള ഇറച്ചിയും മുട്ടയും മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് നിരോധിക്കുകയും ആ പ്രദേശങ്ങളിലെ പക്ഷികളെ കൊന്ന് മറവ് ചെയ്യുകയും ചെയ്യുകയാണ് പ്രോട്ടോകോൾ. രോഗബാധയേറ്റ സ്ഥലത്തു നിന്നുള്ള മാംസമോ മുട്ടയോ പുറത്തു പോകാത്ത ക്രമീകരണമാണ് ഉണ്ടാക്കേണ്ടതെന്നും അഭിപ്രായപ്പെട്ടു. ഇനി സ്പോർട്സ് വാർത്തകൾ. സൗദി പ്രോ ലീഗിൽ അൽ നസർ എഫ്സിയുടെ വിജയക്കുതിപ്പിന് അവസാനം. സീസണിലെ ആദ്യ 10 മത്സരങ്ങളും ജയിച്ച് തോൽവി അറിയാതെ റെക്കോർഡ് കുതിപ്പ് നടത്തിയിരുന്ന അൽ നസർ എഫ്സിയെ അൽ ഇത്തിഫാഖ് സമനിലയിൽ തളക്കുകയായിരുന്നു. 2 ടീമും 2 ഗോളുകൾ വീതം നേടിയ മത്സരത്തിൽ വിജയത്തിലേക്ക് എത്താൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും സംഘത്തിനും സാധിക്കാതെ പോയി. ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സിനെയും മുന്നേറ്റത്തിൽ അണിനിരത്തി 4-4-2 ഫോർമേഷനിലാണ് അൽ നസർ ബൂട്ടണിഞ്ഞത്. മറുവശത്ത് 5-3-2 ഫോർമേഷനിലാണ് അൽ ഇത്തിഫാഖ് കളത്തിലിറങ്ങിയത്. ആദ്യ പകുതിയിൽ തന്നെ അൽ നസറിനെ വിറപ്പിക്കാൻ അൽ ഇത്തിഫാഖിന് സാധിച്ചു. 16 മിനിറ്റിൽ ഇത്തിഫാഖ് ലീഡെടുത്തു. ജോർജിനോയാണ് ഇത്തിഫാഖിനായി വലകുലുക്കിയത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 120.93 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.